So welcome back students. Now the next topic is about the application of Gauss law. So Gauss law is mainly used to find out the electric field intensity along a conductor. Gauss law is used to find the electric field intensity along a conductor. And the first application is to find the field intensity along a conducting wire. This shaded figure is a cross section of a wire. ഒരു വളരെ നീളമുള്ള ഒരു കണ്ടക്റ്റിംഗ് വയറാണ് ഈ കാണിച്ചിരിക്കുന്ന ബ്ലൂ ഷെയ്ഡഡ് ആയിട്ടുള്ള ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. So the first step to find the electric field intensity using Gauss law, we have to choose a Gaussian surface. നമ്മൾ ഗോസ് ലോയുടെ സിഗ്നിഫിക്കൻസ് പറഞ്ഞതുപോലെ ഗോസ് ലോ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന സർഫസുകളെയാണ് നമ്മൾ ഗോസിയൻ സർഫസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഒരു ഗോസിയൻ സർഫസ് നമ്മൾ ചൂസ് ചെയ്യണം. അതിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പി എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് പി എന്ന പോയിന്റ് ഉൾപ്പെടുന്നതായിരിക്കണം നമ്മുടെ ഗോസിയൻ സർഫസ്. So this dotted figure is our Gaussian surface, and the Gaussian surface is having a cylindrical shape. Now I told you that the Gaussian surface or Gauss law can be applied or electric flux exists only where the external applied electric field and the surface normal are parallel. Surface normal ഇലക്ട്രിക് ഫീൽഡിന് പാരലലായിട്ട് വരുന്നിടത്ത് മാത്രമേ നമുക്ക് ഫ്ലക്സ് എക്സിസ്റ്റ് ചെയ്യൂ, അഥവാ അവിടെ മാത്രമേ നമുക്ക് ഗോസ് ലോ ഉപയോഗിക്കാൻ സാധിക്കൂ. ഗോസ് ലോ ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് പാരലലായിട്ട് സർഫസ് നോർമൽ വരുന്ന സർഫസുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ടോപ്പ് ഫേസും ബോട്ടം ഫേസും. ഈ ടോപ്പ് ഫേസും ബോട്ടം ഫേസും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് കാണിക്കുന്നത് പോലെ തന്നെ ഇതാണ് സർഫസ് നോർമലിൻ്റെ ഡയറക്ഷൻ. ബോട്ടം ഫേസിനാണെങ്കിൽ സർഫസ് നോർമലിൻ്റെ ഡയറക്ഷൻ താഴേക്ക് വരും. അപ്പോൾ ഈ രണ്ട് ഫേസുകളിലും സർഫസ് നോർമലും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്, ഓർ ഇൻ അതർ വേർഡ്സ് flux will not exist. So electric field intensity is 0. Now the remaining phase is this curved surface. കേർവ്ഡ് സർഫസിനെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും സർഫസ് നോർമലും പാരലലായിരിക്കും. സർഫസ് നോർമലിൻ്റെ ഡയറക്ഷൻ ഞാൻ ഈ കാണിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എക്സിസ്റ്റ് ഓൺലി ഓൺ ദിസ് കേർവ്ഡ് സർഫസ്. നൗ വി ക്യാൻ അപ്ലൈ ദ ഗോസ് ലോ. വാട്ട് ഇസ് ഗോസ് ലോ? ഗോസ് ലോ ഈസ് flux is equal to Q by epsilon 0, or flux നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് E ഡോട്ട് ഡി എസ് ആണ്. ഫ്ലക്സ് എന്ന് പറയുന്നത് E ഡോട്ട് ഡി എസ് ആണ്. ദാറ്റ് ഈസ് ഹിയർ സ്റ്റേറ്റഡ് ഹിയർ. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു E ഇൻറ്റു ഡി എസ്. ഡി എസ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ ഗോസ് ലോ അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് കേർവ്ഡ് സർഫസിൽ മാത്രമാണ്. കേർവ്ഡ് സർഫസിൻ്റെ ഏരിയയാണ് ഈ കാണിച്ചിരിക്കുന്ന 2πRL. ഗോസിയൻ സർഫസിന് R റേഡിയസും L ലെങ്ത്തും ഉണ്ടെന്ന് കരുതിയാൽ നമുക്ക് സർഫസ് ഏരിയ നമുക്ക് എത്രയായിട്ട് എടുക്കാം? E ഇൻറ്റു 2πRL. സോ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു E ഡോട്ട് ഡി എസ്, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു E ഇൻറ്റു 2πRL. Now we studied about the linear charge density. Linear charge density lambda is equal to charge per unit length, or charge is equal to lambda times L. So flux is equal to E dot ds. According to Gauss law, flux is equal to Q by epsilon 0. അപ്പോൾ Q by epsilon 0യിൽ Qവിന് പകരം എന്തെഴുതാം? lambda L by epsilon 0. Or you are getting electric field intensity along a straight charged wire is equal to lambda by 2 pi epsilon 0 r. Lambda by 2 pi epsilon 0 r. So this is the first application of Gauss law to find the electric field intensity along a straight charged wire. Now the next application is for is on a plain sheet of charge. നമുക്കിവിടെ ഉള്ളത് ഒരു പ്ലെയിൻ ഷീറ്റാണ്, ഒരു ചാർജ്ഡ് ഷീറ്റാണ്. ആ ചാർജ്ഡ് ഷീറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. ഇതാണ് ഈ ഷെയ്ഡഡ്
ആണ് നമ്മുടെ ഈ വൈറ്റ് സർഫസ് ആണ് നമ്മുടെ ഇലക്ട്രിക്കൽ ചാർജ്ഡ് ഷീറ്റ്. ആ ചാർജ് ഷീറ്റിൽ നിന്നും എക്സ് അകലത്തിലുള്ള ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നു. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന ഗോസിയൻ സർഫസ് ആണ് ഈ ബ്ലൂ ഷെയ്ഡഡ് ഗോസിയൻ സർഫസ്. അപ്പോൾ ഗോസിയൻ സർഫസിൽ നിന്നും നമുക്ക് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലുള്ളതാണ് നമ്മുടെ പോയിന്റ്. എക്സ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു പോയിന്റ് ഉൾപ്പെടുത്തി നമ്മൾ ചൂസ് ചെയ്യുന്ന ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ സർഫസ്, ഒരു സ്ക്വയർ സിലിണ്ടറിക്കൽ സർഫസ് തന്നെയാണ്. സോ ഹിയർ വി ആർ ടേക്കിംഗ് phi is equal to E dot ds, and look here, it is E into 2 times A, because ഈ റൈറ്റ് സൈഡിലെ ഫേസിലും അതുപോലെ ബാക്ക് സൈഡിലുള്ള ഈ ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും സർഫസ് നോർമലും പാരലലായിട്ട് വരിക. ഈ കാണിച്ചിരിക്കുന്ന ആരോ സർഫസ് നോർമലിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്, അത് തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ. സോ ഫ്ലക്സ് എക്സിസ്റ്റ് ഓൺലി ഓൺ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസസ്. അതേസമയം ഈ കാണിച്ചിരിക്കുന്ന ടോപ്പ് ഫേസിലും ബോട്ടം ഫേസിലും ഇലക്ട്രിക് ഫീൽഡും സർഫസ് നോർമലും പെർപെൻഡിക്കുലർ ആകുന്നത് കൊണ്ട് ഫ്ലക്സ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ വി ആർ ടേക്കിംഗ് ഓൺലി ദ സർഫസ് ഏരിയ ഓഫ് ദീസ് ടു സർഫസസ് 1 and 2. ഈച്ച് സർഫസ് ഈസ് ഹാവിങ് ആൻ ഏരിയ എ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. അപ്പോൾ രണ്ട് സർഫസിൻ്റെയും കൂടെ ടോട്ടൽ ഏരിയ 2 times എ വരും. സോ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 2 times E into 2 times A. Now we are having the surface charge density, charge per unit area. So charge Q can be written as sigma into A. Now applying to this equation, E dot ds, E into 2A equal to Q by epsilon 0. Q inu pagaram sigma A by epsilon 0. So on rearranging you will get electric field intensity due to a plane sheet of charge is sigma by 2 epsilon 0. So this is the electric field intensity due to a plane sheet of charge. And the last application is to a spherical conducting shell. The last application of Gauss law is over a spherical conducting shell. So this dark portion is the outer radius of the conducting shell, and the shell is having a radius of capital R. റേഡിയസിൻ്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന്, ഷെല്ലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കേണ്ട പോയിന്റ് P എന്ന് പറയുന്നത് സ്മോൾ ആർ ഡിസ്റ്റൻസ് അകലത്തിലാണ്. സെൻറ്ററിൽ നിന്ന് സ്മോൾ ആർ ഡിസ്റ്റൻസ് അകലത്തിലാണ്. അപ്പോൾ നമുക്ക് P ഉൾപ്പെടുന്ന ഒരു ഗോസിയൻ സർഫസ് വീണ്ടും ഒരു സ്പെറിക്കൽ ഷേപ്പിൽ തന്നെ അസ്യൂം ചെയ്യാം. സോ വി ആർ ഹാവിങ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ഗോസിയൻ സർഫസിൻ്റെ നമ്മൾ മുൻപിലുള്ള രണ്ട് ആപ്ലിക്കേഷനിലും ഗോസിയൻ സർഫസിൻ്റെ പാരാമീറ്റേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആയ R ഉപയോഗിച്ച് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു E ഇൻറ്റു 4πr². Now here also you are taking the surface charge density as a sigma, charge per unit area. കണ്ടക്റ്റിംഗ് ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. സോ ചാർജ് പെർ യൂണിറ്റ് ഏരിയയിലെ ഏരിയ എന്ന് പറയുന്നത് 4πR² വരും. അത് ശ്രദ്ധിക്കണം. Now on equating E into surface area ds is equal to sigma into 4πR² by epsilon 0, or we are having electric field intensity due to a charged spherical shell is sigma by epsilon 0 capital R by small r the whole square. Or we can write the electric field intensity in the vector form as 1 by 4 pi epsilon 0 q by r² into unit vector r. Electric field intensity at a distance r. So hope all of them got it. Now these are two another versions. If the point P is inside a shell, is inside a shell or on the surface of the shell,
This is on the surface of the shell. അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ഷെല്ലിൻ്റെ റേഡിയസ് ആയിട്ട് തന്നെ വരും. നമ്മുടെ ഇക്വേഷനിലുള്ള സ്മോൾ ആർ ക്യാപിറ്റൽ ആറും ഈക്വൽ ആകും. അപ്പോൾ എക്സ്പ്രഷൻ ബിക്കംസ് സിഗ്മ ബൈ എപ്സിലോൺ 0 ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. ആൻഡ് ഇഫ് ദ പോയിന്റ് പി ഈസ് ഇൻസൈഡ് ദ ഷെൽ, then according to the law itself, the total charge enclosed is 0. So inside the shell charge is 0. If the charge is 0, no flux exists inside the shell. So electric field intensity inside the shell is 0. And this is an situation where you say about electrostatic shielding. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ, ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ചാർജ് അപ്രത്യക്ഷമാകുന്ന, ഇലക്ട്രിക് ഫീൽഡ് അപ്രത്യക്ഷമാകുന്ന ഒരു ഫിനോമിനൻ. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചു കാണും. ഇടിമിന്നലുള്ള സമയത്ത് പ്ലേ ഗ്രൗണ്ടിലൊക്കെ പോയിരിക്കുന്നതിനേക്കാൾ നല്ലത് കാറിൻ്റെ ഉള്ളിലോ വീടിൻ്റെ ഉള്ളിലോ ഇരിക്കുന്നതാണ്. ഇതാണ് കാര്യം. അതായത് ഇൻസൈഡ് എ കണ്ടക്ടർ, ഇഫ് ഇറ്റ് ഈസ് എ കാർ, ദാറ്റ് കാർ ഈസ് എ കണ്ടക്ടർ and inside the car electric field will be 0, and this phenomenon is what you termed as electrostatic shielding. So we came to the end of the first chapter. So study well, go through all